ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് വില്ലേജ് അല്ലേ? കൊള്ളാലോ. ഫസ്റ്റ് സ്പോൺ ആയത് നമുക്ക് വില്ലേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് നീന്തി പോകാം. നീന്തണ്ട ഗൈസ്, നമുക്ക് നടന്നു പോകാം. അത്രേ ഉള്ളൂ ഗൈസ്. സാധനം അപ്പോൾ കാര്യം പറഞ്ഞില്ലല്ലോ ഗൈസ്. ഇതാണ് നമ്മുടെ പുതിയ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ സർവൈവ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ ഇതിലാണ് ലെറ്റ് സർവൈവ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. പിന്നെ നമ്മൾ ഇതിന് മാത്രമല്ല വേറൊരു സീസൺ കൂടി തുടങ്ങുന്നുണ്ട്. അത് സർവൈവൽ ഐലൻഡിലായിരിക്കും. അതിപ്പോൾ തുടങ്ങുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അയ്യോ, അറിയാണ്ട് അടിച്ചു. ഗോളത്തിനെയൊന്നും കാണാനില്ല. അവിടെ ഉണ്ടാവും. എനിക്ക് ഫോണിലത്തെ കൺട്രോൾ ചെയ്തിട്ട് കിട്ടണില്ല. എന്നാലും കുഴപ്പമില്ല ഗൈസ്. നല്ല വീട്ടിലും പോയി തരാം. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ? ഞങ്ങളിങ്ങനെ വേൾഡിൽ നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ ഞാൻ സീഡ് കാണിച്ചു തരാം. എൻ്റെ സീഡ് കാണിച്ചു തരാം. അപ്പോൾ ഈ സീഡ് അവിടെ, ഇതാണ് എൻ്റെ സീഡ്. ബെഡ് നമുക്ക് നമ്മുടെ കൈ ഇവിടെ റീസ്പോണ് വേണ്ടി സെറ്റ് ചെയ്യാം. മുമ്പ് കത്തുണ്ട്, പശുവുമ്പ് കത്തുണ്ട് ഗൈസ്. ഇവിടെ അയൻകോളം ഗൈസ്. ബ്ലാക്ക് സ്മിത്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്. 9 ഒരു ബ്ലോക്ക് ഉണ്ടാക്കേണ്ട അത്ര അയനുണ്ട്. ഒരു അയൺ പാൻറ്റ്, ഒരു പിക്കാക്സ് ഗൈസ്, 3 സ്പിയർ ഗൈസ്. 3 സ്പിയർ. ഒബ്സിഡിയൻ 6 ഉണ്ട്. 3 സ്പിയർ കിട്ടി ഗൈസ്. എന്തായാലും നന്നായി ഗൈസ്. ഫസ്റ്റിന് നമുക്കൊരു അയൺ ആർമർ ഉണ്ടാക്കിയാലോ? വേണ്ട, ഫസ്റ്റ് നമുക്ക് ഇപ്പം അയൺ ആർമർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇപ്പം അയൺ ആർമർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 50 അയണേ ഉള്ളൂ. നമുക്ക് ഫുൾ ആർമർ ഉണ്ടാക്കാൻ പറ്റണ പോലെ ഉണ്ടാക്കണം. ഇത് പുതിയൊരു സ്പിയറാണ്, പുതിയൊരു അപ്ഡേറ്റ് വന്നതാണ്. നമ്മൾ 2 ബ്ലോക്ക് ദൂരത്തിന് ഇത് വർക്കാവുള്ളൂ ഗൈസ്. പിന്നെ പുതിയ അപ്ഡേറ്റ് വന്ന കുട്ടിപ്പന്നികളാണ് ഗൈസ്. കുട്ടി ബേബി അനിമൽസ്, ബേബി വേരിയൻസ് ആണ്. എന്തെങ്കിലും ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. പുതിയ ബേബി വേരിയൻ്റുള്ള ക്യാറ്റാണ് ഗൈസ്. പിന്നെ വീടുകളിൽ ജസ്റ്റ് ഒന്നും കണ്ടില്ല. ഇതാണ് നമ്മുടെ വീടെന്ന് നമുക്ക് തീരുമാനിക്കാം. ബെഡ് കാണില്ല. ബെഡുണ്ട്. നമുക്ക് ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. നമ്മളെ ഫസ്റ്റത്തെ ബ്ലോക്ക് പൊട്ടിച്ചില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ മരം പൊട്ടിക്കാം. എത്തിയില്ല. അപ്പോഴേക്കും ഫുഡ് വേറെ തീരുന്നേ. എന്തായാലും ഇത് റോ ആയതുകൊണ്ട് ഇപ്പം തന്നെ തിന്നാം. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ബ്രിഡ്ജ് വുഡാണ് പൊട്ടിക്കണത് ഗൈസ്. ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ നിൽക്കട്ടെ, കാരണം നമ്മളിവിടെ വീട് കെട്ടാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ മെയിൻ ബേസ് ഉണ്ടാക്കാൻ പോകണം ഗൈസ്. നമ്മൾ ഈ ഒരു വില്ലേജിന് മൊത്തം ഒരു മതിലിട്ട് കവർ ചെയ്യണമെന്നുണ്ട് ഗൈസ്. നമുക്ക് ഈ പ്രോ ബിൽഡർ ആവണം ഗൈസ് ഇതിൽ, ഈ മൈൻക്രാഫ്റ്റിൽ. എന്നിട്ടാണ് 5 മരം കിട്ടിയിട്ടുണ്ട്
ഗൈസ് ഒരു ഫാർമല്ലത്. നമുക്ക് നല്ല ഇത്തിരി പൊളി ഏരിയ ആണല്ലോ. നമുക്ക് ഇവിടെ കിട്ടിയാലോ വീട്. കാരണം ഇത് ഇത്തിരി കുറച്ചും കൂടി രസമുണ്ട്. എനിക്കിതിൽ കിട്ടുന്നില്ല കൺട്രോൾസ്. കിട്ടുന്നുണ്ട് ഗൈസ്, കുറച്ചും കൂടി ഒരു വൈബ് ഉണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് ഈ ബെഡിൽ നമുക്ക് റേസ് ചെയ്യാം. എല്ലാ വീടുകളിലും തിരഞ്ഞു നോക്കാം ഗൈസ്, എന്തെങ്കിലും കാണും. ഒരു ചെസ്റ്റ് പോലും ഇല്ല ഗൈസ്. ഇതിലാണെങ്കിൽ മോബ്സും കാണാനില്ല. എന്താ പറയാലേ, അവിടേക്കൊരു വഴി പോകണ്ട്. ഇല്ല അത് വില്ലേജിക്കില്ല. നമുക്ക് നമ്മുടെ ഫുഡ് ഇതിൻ്റെ എല്ലാം എന്തൊക്കെയുണ്ട്. പൊട്ടാറ്റോ ഒക്കെ കൊടുക്കണം. മണ്ടയിലുള്ള സാറേ, ഞാൻ ഈ വീറ്റും കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കണം സാറേ. തിരിച്ചിവിടെ തന്നെ നട്ട് വയ്ക്കാം. വില്ലേജിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് അയൺ ഫാം ഉണ്ടാക്കാം. അതേ പറയാനുള്ളൂ എനിക്ക്. ചാടി അക്കത്തിനും കേടെത്തി. നമുക്ക് ഇനിയും ഫുഡിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മളിവിടെ എനിക്കൊന്നും തരില്ല, ഭക്ഷണം തരില്ല. വേണമെങ്കിൽ പോയി കഴിച്ചാൽ മതി. പശുക്കൂട്ട. ശരി നമുക്ക് ഫസ്റ്റിന് മൈൻഡ് ചെയ്തില്ലേ, നമ്മുടെ ബേസിൽ പോവാം. എനിക്കിൻ്റെ കൺട്രോൾസ് കിട്ടണില്ല ഗൈസ്. ഫുഡ് പറഞ്ഞ് നന്നായി കുറഞ്ഞു. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. പിക്കാക്സ് കൊണ്ടാണ് പൊട്ടിച്ചോ. സോംബിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. നല്ല സീനൊന്നുമില്ല, നമ്മളിപ്പോൾ സേഫിലാണ്. അപ്പോൾ സോംബിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ഇവിടെ കേവ് ഉണ്ടായിരുന്നില്ലേ, ഇവിടെ 2-3 കേവിനെ കണ്ടു എന്നല്ല, കേവ് ഉണ്ടായിരുന്നു. നമുക്ക് ചെസ്റ്റൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ചെസ്റ്റൊക്കെ ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ ഈ ഒരു ബോളില്ലേ, ഈ ഒരു ബോള് ഒരു മാർക്കിംഗ് ആയിട്ട് കിടക്കട്ടെ. എനിക്ക് വീട് ഓർമ്മ കിട്ടുള്ളതാണ്, ഇത്തിരി മറന്നു പോയതാണ്. ഇപ്പം നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം. ബക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. നമ്മുടെ ഇപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് കുറച്ചും കൂടി സേഫായിരിക്കും ഉണ്ടാക്കിയ. ഷീൽഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളായ നമ്മൾ ഫൈനലി ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബക്കറ്റിനൊക്കെ നമുക്ക് സേഫായിട്ടുള്ള ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. ശരിക്കും ബാരൽ ടെസ്റ്റിനെ കാട്ടിയും നല്ലതാണ് ഗൈസ്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും ലൈക്കും സബ്ബൊക്കെ ചെയ്യുക ഗൈസ്. നമുക്കാകെ 30 എത്ര സംതിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ലൈവ് സ്ട്രീമൊക്കെ ഇടാം. മൈൻക്രാഫ്റ്റിൻ്റെ എല്ലാ സകല സാമാനങ്ങളും എൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. ഒരു സ്പിയർ മതി. ഇതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം ഗൈസ്. ഈ പ്ലാങ്ക് ചിലപ്പോൾ ആവശ്യം വരും. ബക്കറ്റ് ഓക്കെ. അപ്പം നമുക്ക് ഇനിയുള്ള പരിപാടികളാണ് നമ്മളുടെ എന്താണ് ബ്രെഡ് പിന്നെ പകുതിയാക്കാം. ഇപ്പം 5 ഒന്നിന് ഇവിടെ കൊണ്ടുവയ്ക്കാം. 3 ഇതിൽ ഒന്നിന് ഇവിടെ കൊണ്ടുവയ്ക്കാം. 3 ബ്രെഡ് ഇട്ടിട്ടുണ്ട്. യാത്ര വേണേ അല്ലല്ലോ ആയി. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടിയതുകൊണ്ടാണ് ഈ രാത്രി ഇതൊന്നും അറിയണല്ലോ. നേരെ രാത്രി ആവാൻ ഇതൊന്നും അറിഞ്ഞില്ല. ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിരിക്കുകയാണ്, ഫുള്ളും കൂട്ടിയിരിക്കുന്നു. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ അധികം ഇതിൽ സംസാരിക്കണമെന്നില്ല ഗൈസ്. നമുക്ക് ഫ്യൂച്ചറിൽ കുറേ ബിൽഡൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. കുറേ ബിൽഡെന്ന് വെച്ചാൽ കുറേ ബിൽഡുകൾ എൻ്റർ ഡിഫീറ്റ് ചെയ്ത് നമ്മൾ ഈ സീരീസ് നിർത്തും തോന്നിയില്ല. അയ്യോ ഞാൻ ഇപ്പോൾ പൊട്ട് പൊട്ടിച്ചു.
എൻ്റർടൈനെ ഡിഫീറ്റ് ചെയ്തതും നമ്മൾ ഈ സീരിയസ് നിർത്തില്ല ഗൈസ്. നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പിക്കേക്സ് ഒന്നും കൂടി ഉണ്ടാക്കാം. ഇപ്പോൾ സെറ്റായി. വാളൊന്നും ഉണ്ടാക്കാം മതി. നമുക്ക് കോപ്പർ ആർമറപ്പ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ ഗൈസ്. അതവനെയും കാണാനില്ല. മുകളിൽ കയറാം. ഗൈസ് ഈ വില്ലേജിലെ എല്ലാ വീടുകളൊന്നും ഞാൻ നോക്കിയില്ല ഗൈസ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വേണം. ബേസ് ആദ്യം തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ കേവിലിറങ്ങണം. കേവിലിറങ്ങിയിട്ട് അതിന് കണ്ടുപിടിക്കണം. ടോർച്ചില്ല ഗൈസ്. നമുക്ക് കോളെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം ഗൈസ്. കോളുണ്ട് അവിടെ. എനിക്ക് ചാർക്കോൾ ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ടോർച്ച് ഉണ്ടാക്കണ്ട ആദ്യം. അതുകൊണ്ടാണ് ഇവിടെ കേവൊന്നും കാണാനില്ലേ ബൈ. ഗൈസ് കേവൊന്നും കാണാനില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തേടാം. അവിടെയാണ് കേവ് കണ്ടത്. ഇത് അവിടെ ആയിരിക്കില്ലേ? അവിടെയാണ് കേവ് കണ്ടത് ഗൈസ്. അതാ കേവ്. അത് കേവ് അല്ലേ? കേവാണ്. ഉള്ളിൽ മൊത്തം വെള്ളമാണ് ഗൈസ്. ഇവിടെ കോളൊന്നും കാണാനില്ല. ഇത് കേവാണ്. അല്ല ഗൈസ്, ഇതും കേവല്ല. ഇവിടെ കേവൊന്നും കാണാനില്ല ഗൈസ്. അവൻ എവിടെ കണ്ടത് ഒരു കേവ്? അതൊരു കേവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. കേവ് കാണാനില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മരം അങ്ങ് മുറിക്കാം. സ്റ്റോൺ വേണമല്ലേ ഗൈസ്? നമുക്ക് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫർണസ് ഉണ്ടാക്കാനാണ് സ്റ്റോണിൻ്റെ ആവശ്യം. നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ മരങ്ങളൊക്കെ മുറിച്ചെടുക്കാം. വീടിനൊന്നും സംഭവിച്ചിട്ടില്ല. സൈഡിലുള്ള ഡിസൈനിന് വെച്ച മരം മാത്രമേ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളൂ. ഈ മാട് കത്തുമ്പോൾ എന്തോ ഒരു ഫീൽ ഉണ്ട് ഗൈസ്. അൾട്രാ ഫാസ്റ്റ് മൈനിങ് സ്പീഡ് അയൺ പിക്കാക്സിൻ്റെ പിന്നെ അയൺ പിക്കാക്സിനെ വേസ്റ്റ് ചെയ്യല്ല ഗൈസ്. ഞാൻ സാധാരണ ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് നല്ലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ അതിനെ എടുത്തു വയ്ക്കും. എന്നിട്ട് വല്ല ആവശ്യം വരുമ്പോൾ ഞാൻ അത് യൂസ് ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഗൈസ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയാണ്. ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ടാണ് ഹെൽത്ത് കളയണം ഗൈസ്. എൻ്റെ ചെസ്റ്റ് ഉണ്ട് അതിൽ. സ്മോക്കർ എടുക്കാം ഗൈസ്. ഇവിടെ എവിടെ ഇതൊന്നുമില്ലേ? ഇത് ഗൈസ് ഇവിടെ ഫർണസ് ഉണ്ടായിരുന്നു ഗൈസ്. ഈ ഫർണസിനെ തട്ടിയാൽ മതിയായിരുന്നു. എന്ത് സംഭവം? ഡിസെൻചാൻറ്റും റിപ്പയറും ചെയ്യുന്നതാണ് ഗൈസ് ഇത്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല ഗൈസ് ഇതുവരെ. ഞാൻ ഈ സാധനം ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഗൈസ്. ഇതിൻ്റെ യൂസ് അറിയില്ല. ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായി ഗൈസ്. എൻ്റെ അമ്മ, ഞാൻ നല്ല ഹെൽത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് കളയുന്നുണ്ട്. നല്ല ഹെൽത്തൊക്കെ ആവശ്യമില്ലാണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഫർണസിനെ തട്ടിയിട്ടുണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് ആയിരുന്നു. ഞാൻ സ്മോക്കറാണ് വിചാരിച്ചു. സ്മോക്കർ ഇങ്ങനെയല്ല അല്ലേ? സ്മോക്കറിലൊരു മരം ഉണ്ടാവും ഗൈസ്. ഇനി നമുക്കിതിൽ ഈ മരം ഇടുക. ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ എന്തോ കാര്യം നോക്കണം. മരം ഇടാൻ പറ്റുമോ? അയ്യോ, മരം എൻ്റെ വേറെ മരം ഫർണസിൻ്റെ ഉള്ളിൽ. മരം അവിടെ അതവിടെ ഫർണസിൽ മരം. ഓക്കെ,
മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബ്ലാസ്റ്റ് പറഞ്ഞതിൻ്റെ ഉപകാരം എന്താണെന്ന് അറിയില്ല, നിങ്ങളൊന്നും പറഞ്ഞു തരണം ഗൈസ്. പിന്നെ അത്ര പ്രോ പ്ലെയർ ഒന്നുമല്ല, ഞാൻ മൈൻക്രാഫ്റ്റ് അധികം കളിക്കാറൊന്നുമില്ല അത്ര. ഞാൻ ക്രിയേറ്റീവിൽ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു കൂടുതലും ചെയ്യേണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സർവൈവൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ പിന്നെ ഗെയിം ഇതുവരെ ബീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഗെയിം ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്യൂല് കഴിഞ്ഞു ഗൈസ്. ഈ ചാർക്കോൾ മതി. ചാർക്കോൾ കൊണ്ട് ഉള്ള ഫ്യൂളും ഉണ്ടാക്കാം. രാത്രിയാവാം. ഈ സോമ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇവിടെ എവിടെയോ ഒരു കേവ് ഉണ്ട്. ഈ മലൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. മലൻ്റെ ഉള്ളിൽ കേവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ അടിയിലുണ്ടാവും. എവിടെയാണെന്ന് നമുക്കറിയില്ല. മൊത്തം കത്തിച്ച് കളയോ? മൊത്തം വരെ കത്തിക്കണ്ട. പോയി ഗൈസ്. ഞാൻ അറിയാണ്ട് ഇയാളെന്താ കാട്ടണം? ഒരു മരം എടുക്കാം. അതുകൊണ്ട് പ്ലാങ്ക്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ? സ്ട്രിപ്പ്ഡ് വുഡ് കൊണ്ട് പ്ലാങ്ക്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഷെൽഫ്സൊക്കെ ഉണ്ടാക്കാം. പ്ലാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും. പറ്റും ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. ഇയാളെന്തെന്ന് ഇങ്ങനെ വിളിക്കണത്? എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല. ശരി, എന്നാൽ വിട്ടോ, സ്ഥലം വിട്. തൻ്റെ വീടാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി നമ്മുടെ ചാർക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് അവിടെ? ടോർച്ച് ഇതിലല്ലേ? ആ ഗൈസ്, ടോർച്ച് ഇതിലാണ്. ടോർച്ച് ആവട്ടെ ഗൈസ്. ടോർച്ച് കാണാനില്ല, മാക്സിം ഇല്ല. നമുക്ക് ഒന്നുകൂടി നോക്കണം. ഫസ്റ്റ് ഇത് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ വയ്ക്കണം. ടോർച്ചിന് റെസിപ്പി എന്ത് വരാത്ത അതാണ്. 4, 8, 12, 16 ടോർച്ച് ഉണ്ടാക്കി ഗൈസ്. 16 എന്താ പറയല്ലേ, 16 ടോർച്ചൊക്കെ ഉണ്ടാക്കി ഗൈസ്. നമ്മൾ വലിയ കാര്യമായിരുന്നു നിങ്ങൾ പറയും ഗൈസ്. ഇതിലെന്താ മ്യൂസിക് വരുന്നു? ഞാൻ മ്യൂസിക് ഓഫ് ആക്കിയില്ല ഗൈസ്. കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. കോപ്പിറൈറ്റ് കിട്ടും തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ മ്യൂസിക് ഓഫ് ആക്കിയിട്ടുണ്ട് ഗൈസ്. റീഡ് റെക്കോർഡിങ്ങിലാണ്. ആണ് ഗൈസ്, റെക്കോർഡിങ്ങിലാണ്. രാത്രി ആയിട്ടില്ലേ? ഗൈസ്, ഞാൻ എന്തൊക്കെ കാട്ടണം? നമുക്ക് ഫസ്റ്റിന് വേണ്ടത് ഫസ്റ്റ് നമുക്കൊരു വീട് വെട്ടണം, അല്ലെങ്കിൽ അയൺ കണ്ടുപിടിക്കണം. വീട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്. നിങ്ങൾ കമൻറ്റിൽ പറ. ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ വീട് കേട്ടോ. കമൻറ്റ് നിങ്ങൾ ഇട്ടിട്ട് ഏത് കമൻറ്റാണോ കൂടുതലുള്ളത് അപ്പോൾ ഞാൻ ആ കാര്യം ചെയ്യാം ഗൈസ്. വീട് കെട്ടണം അതോ എന്താണ് അയൺ കണ്ടുപിടിക്കണം? നിങ്ങൾ തന്നെ പറ ഗൈസ്. പിന്നെ ഈ വീഡിയോ കുറച്ച് ലോങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ. ഞാൻ